മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പടവലങ്ങ വെച്ചിട്ടുള്ളൊരു തോരനാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരിക. ഇതുപോലത്തെ വലിയ 2 പടവലങ്ങയായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അത് മുറിച്ച് വെച്ചതാണിത്. അതിൻ്റെ തൊലി നമുക്ക് ആ വെളുത്ത തൊലി ഇതുപോലെ ചിരണ്ടി കളഞ്ഞിട്ട് എടുക്കുകയാണ് ആദ്യം വേണ്ടത്. തൊലി മൊത്തം ഇതുപോലെ നമുക്ക് കളയാം. കൂടുതൽ പ്രയാസമൊന്നുമില്ല. നമ്മളൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ നൈസായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് നമുക്ക് പോയി കിട്ടും. ഒരു പീസ് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുകയാണ്. ഇതുപോലെ അതിൻ്റെ അകത്തുള്ള കുരു, അതിന് ഉള്ളിലുള്ള നാരെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് നീക്കം ചെയ്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. അല്ലാതെ മൂക്കാത്ത പടവലങ്ങയാണ് നമുക്ക് ഈ തോരൻ വയ്ക്കാൻ നന്നായിട്ടുണ്ടാവുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ്, 1 കപ്പ് നാളികേരം, വലിയ ഒരു സവാള, ഒരു 2 തണ്ട് കറിവേപ്പില. ഇത് ലൈറ്റിൻ്റെ കമ്മി കൊണ്ടാണ് കേട്ടോ ഈ കറിവേപ്പിലയ്ക്കൊക്കെ ഈ കളറായിപ്പോയത്. കുറച്ച് ലൈറ്റ് കുറഞ്ഞു പോയി. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നന്നായി തൊലി കളഞ്ഞ അതിൻ്റെ കുരുവൊക്കെ നീക്കം ചെയ്ത് കഴുകിയെടുത്തിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പൊന്ന് കഴുകി അത് വേവാനുള്ള വെള്ളം ഫുള്ളായിട്ട് ഒഴിക്കരുത്. ആ കടലപ്പരിപ്പിൻ്റെ കൂടെ തന്നെ ആയിട്ട് വെള്ളം നിൽക്കണം. അത് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മീതെയിട്ടാണ് ഞാൻ ഈ പടവലങ്ങ ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും ഒന്നിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അടിയിൽ നമുക്ക് ആ പരിപ്പ് കടന്നോട്ടെ. മീതെയായിട്ടാണ് നമ്മൾ ഈ പടവലങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കേണ്ടത്. ഈ സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കുന്നൊന്നുമില്ല. ഇനി ഇത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് നമുക്ക് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ആ സമയത്ത് ഞാൻ ഇളക്കണില്ല. എന്നിട്ട് അടച്ച് വയ്ക്കുകയാണ് ചെയ്യണത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞാലൊന്ന് മീതെ പടവലങ്ങ മാത്രമായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴും നമ്മൾ കടലപ്പരിപ്പ് ഇളക്കി യോജിപ്പിക്കണില്ല. അത് അടിയിൽ തന്നെ കിടക്കുകയാണ്. കാരണം അതിന് കുറച്ച് വേവ് കൂടുതലും പടവലങ്ങയ്ക്ക് കുറച്ച് കമ്മിയാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. വീണ്ടും ഞാൻ അടച്ചു കൊടുത്തു. ഇനി നമുക്കിത് ഇളക്കുമ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി നോക്കാം. ഇത്രയും വെന്ത് കിട്ടിയാൽ മതി കടലപ്പരിപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്, പകുതി വെന്ത് കിട്ടിയാൽ മതി. മുഴുവനായിട്ടും വെന്ത് അത് ഉടയേണ്ട ആവശ്യമില്ല. പകുതി കടലപ്പരിപ്പ് വെന്തു. അതുപോലെ തന്നെ നമ്മുടെ പടവലങ്ങയും പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊന്ന് കൈ വെച്ച് പ്രസ് ചെയ്താൽ ഒന്ന് മുറിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും യോജിപ്പാവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് അടച്ച് വയ്ക്കാം, ഈ വെള്ളം വറ്റുന്നവരെ. ഇത് തുറന്നു നോക്കാം. ഇപ്പോൾ പടവലങ്ങയുടെ കളർ തന്നെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്, അത് വെന്തതുകൊണ്ട്. ഇനി എല്ലാം കൂടി യോജിപ്പിച്ച് നമുക്ക് വെള്ളമൊക്കെ ഏകദേശം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് വാർന്ന് പോകേണ്ടതാണ്. ഇനിയിപ്പോൾ കംപ്ലീറ്റ് പോയില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. കുറച്ച് വെള്ളം ഇരുന്നാലും ബുദ്ധിമുട്ടൊന്നുമില്ല. ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഞാനിത് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതേ ചീനച്ചട്ടി കഴുകിയെടുത്തിട്ടാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കിയെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ഇതിന് രുചി. പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കടുക് പൊട്ടിയ ശേഷം ഞാൻ 2-3 വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മുറിച്ച് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് മൂത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചുള്ള കറിവേപ്പില കണ്ടപ്പോൾ ഈ കറിവേപ്പിലയ്ക്ക് പച്ച കളർ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയാം ലൈറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അതെന്ന് നേരത്തെ അങ്ങനെ തോന്നിയത്. പിന്നെ ഉള്ളി ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കുനുകുനാന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പടവലങ്ങയുടെയൊക്കെ വലുപ്പം കണ്ടില്ലേ, ഏകദേശം അതുപോലെയൊക്കെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ സവാളയും കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഇതൊന്ന് വാടി കിട്ടിയാൽ മതി, വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇനി വേണ്ടത് ഈ ഉള്ളിയിലേക്കും കൂടി വേണ്ട ഉപ്പ് നമ്മളിപ്പോഴേ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒന്ന് വഴറ്റി
എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടിയുടെയൊക്കെ മണം ഒന്ന് പോയി കിട്ടണം, പച്ചച്ചുവയൊന്ന് മാറി കിട്ടണം. അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത് നമുക്ക് എരിവിനല്ല, കളറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ തോതിലൊരു എരിവുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എരിവുള്ള മുളക് പൊടി എന്തായാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാളികേരമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അതും കൂടിയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ. ഒരു 2-3 മിനിറ്റ് നേരം ഇതൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിൻ്റെ ശേഷമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പടവലങ്ങയും പരിപ്പും കൂടി വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. അതിലത്തെ വെള്ളമൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ചെറിയ ഒരു നനവൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊന്നും കൂടി ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് വലിയിപ്പിക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കണം. കടലപ്പരിപ്പും പടവലങ്ങയും അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള നാളികേരം, സവാള എല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സാക്കി എടുക്കണം. നന്നായി കൂട്ടി യോജിപ്പിച്ചെടുക്കണം. നമ്മളിതൊക്കെ വേവിച്ചെടുത്തതുകൊണ്ട് ഇനി ഇതിന് വേവൊന്നുമില്ല. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചട്ടുകം വെച്ചിട്ട് നമ്മൾ മോൾ ഭാഗം ഒന്ന് അമർത്തി വെച്ചിട്ട് 2 മിനിറ്റോളം ഗ്യാസിലിരുന്നോട്ടെ. ഇനി വെള്ളം എങ്ങാനും തോന്നുകയാണെങ്കിൽ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് 1-2 മിനിറ്റ് നേരം ഒന്ന് വലിയിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഹോളുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചതുകൊണ്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എങ്ങാനും ഉണ്ടെങ്കിൽ നമുക്കത് ഒരു 2-3 മിനിറ്റ് നേരം കൂടി ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ആ വെള്ളം വലിയിപ്പിച്ചെടുക്കാം. ഇത്രയേ പണിയുള്ളൂ. നമ്മുടെ പടവലങ്ങ തോരൻ ഇവിടെ ശരിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഈ പരിപ്പിൻ്റെയും നാളികേരത്തിൻ്റെയും എല്ലാം കൂടി ഒരു ടേസ്റ്റ് നമുക്കിതിൽ ചേരുമ്പോൾ നന്നായിട്ടുണ്ട്. അതിപ്പോൾ കഞ്ഞിക്കായാലും ചോറിനായാലും ഒക്കെ നമുക്ക് എടുക്കാം. നന്നായിട്ട് ഉലർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. പടവലങ്ങയൊക്കെ നമുക്ക് നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ്. അതുകൊണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കൂടിയും പറയണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള പടവലങ്ങയാണെങ്കിൽ നമുക്ക് നല്ല രുചിയായിട്ട് തന്നെ അത് കിട്ടും. വാടിയ ഏത് പച്ചക്കറിയാണെങ്കിലും നമ്മൾ വാടിയത് വെച്ച് ഉണ്ടാക്കുകയാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രുചിയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നല്ലത് തന്നെ ഇട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.